Comtech സിസ്റ്റത്തിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ജിതീഷ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് HP സ്റ്റോറേജ് സെർവറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. HPE StoreEasy 1660 എന്ന മോഡലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ബോക്സ് തുറക്കാം. സ്റ്റോറേജ് സെർവർ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സെർവർ തന്നെയാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ, ആക്സസ്, സെക്യൂർ ആൻഡ് മാനേജ് ഡിജിറ്റൽ ഡാറ്റ, ഫയൽ ആൻഡ് സർവീസസ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് സെർവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സ്റ്റോറേജ് സെർവറിനെ ഫയൽ സെർവർ എന്നും പറയാറുണ്ട്. സ്റ്റോറേജ് ഇതിനകത്ത് വരുന്ന ആക്സസറീസാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ കേബിൾ ട്രേ, അതായത് ബാക്കിലുള്ള പവർ കേബിളും നെറ്റ്വർക്ക് കേബിളൊക്കെ കൂടിയിട്ട് നമുക്ക് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള കേബിൾ ട്രേ ആണ് ആ ബോക്സിനകത്തുള്ളത്. ഇത് റെയിലാണ്. നമ്മൾ സെർവറെല്ലാം കൂടുതൽ നമ്മൾ റാക്കിലാണല്ലോ പ്ലേസ് ചെയ്യുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെയിലാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ്, കീ ആണത്. ഇതാണ് നമ്മുടെ StoreEasy 1660 സെർവർ. അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു റാക്ക് സെർവർ പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്കതെടുക്കാം. ഇത് നമ്മുടെ സെർവർ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നാണ് എടുക്കുന്നത്. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് രണ്ടുപേരും കൂടി ചേർത്താണ് നമ്മളത് എടുത്ത് വെച്ചേക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് വരുന്നത് 2 പവർ കോഡാണ്. ഡ്യുവൽ പവർ സപ്ലൈ ആണ് വരുന്നത്. സ്റ്റോറേജ് സെർവറിൽ ഒരെണ്ണം പോയാലും നമുക്ക് അടുത്തത് വഴി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഡ്യുവൽ പവർ സപ്ലൈ ആണ്. അപ്പോൾ അതിൻ്റെ 2 പവർ കോഡാണ് വരുന്നത്. 3 പിൻ അല്ല വരുന്നത്, ഇത് ഫീമെയിൽ പോർട്ടാണ്. നമ്മുടെ ചില വീഡിയോയിലൊക്കെ ഈ ടൈപ്പ് പോർട്ടാണ് വരിക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റിയാണ്. ചെറിയ തട്ടലൊന്നും വന്നു കഴിഞ്ഞാലും പോകാത്ത രീതിയിൽ കുറച്ച് സേഫായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ലോക്കാണ്. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും. നമുക്ക് സെർവറിലോട്ട് ഇറങ്ങാം. ഇതിൻ്റെ മെയിൻ മുകളിൽ വരുന്ന കാര്യങ്ങൾ ഒന്നാമത് ഇതിൻ്റെ വെയിറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ 16 to 36 കിലോ വരെ ഇതിനകത്ത് വെയിറ്റ് വരും. അതായത് ഇതിനകത്ത് ഹാർഡ് ഡിസ്കും ഡ്യുവൽ പവർ സപ്ലൈക്ക് വരുമ്പോൾ അത്രയും വെയിറ്റ് വരും. പിന്നെ ഇതിൻ്റെ മുകളിലെ കവർ എങ്ങനെയാണ് തുറക്കുക, അതിൻ്റെ സീരിയൽ നമ്പർ, കീ കാര്യങ്ങളൊക്കെയാണ് മുകളിൽ കൊടുത്തേക്കണേ. ഡാറ്റാസ് നമുക്ക് ബാക്കി എല്ലാ നെറ്റ്വർക്കിൽ നിന്നും ഈസിയായിട്ട് ആക്സസ് ചെയ്യാനും ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാനും അതേപോലെ സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സ്റ്റോറേജ് സെർവർ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ StoreEasy 1660 എന്നുള്ള മോഡൽ ബാക്ക് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ കാർഡ് ഇടാനുള്ള സ്പേസാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതുകൂടാതെ ഒരു ILO പോർട്ടും 4 1GB ഇഥർനെറ്റ് പോർട്ടുമാണ് വരുന്നത്. പിന്നെ ഒരു VGA പോർട്ട്, 2 പവർ സപ്ലൈ. അതാണ് ബാക്ക് സൈഡിൽ വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഇടുന്ന ഹാർഡ് ഡിസ്ക് അൺബോക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 4 ഹാർഡ് ഡിസ്ക്കാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് RAID 5 ആണ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്ന ഹാർഡ് ഡിസ്ക് HPE 40 TB സാറ്റ ഹാർഡ് ഡിസ്ക്കാണ്. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളാണ്. 7.2K LFF ആണ്. ബോക്സ് തുറക്കാം. ഹാർഡ് ഡിസ്ക് തുറക്കാം. നല്ല വെൽ സീൽഡ് ആയിട്ടാണ് വരുന്നത്, കാരണം മോയ്സ്ചർ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിന് പ്രശ്നം വരും.
തുറക്കാനുള്ള ഹാർഡ് ഡിസ്ക് തുറക്കാനായിട്ടൊരു കട്ട് പോലത്തെ സംഭവമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കവർ മൊത്തം എടുക്കാം. ഹാർഡ് ഡിസ്ക് തുറക്കാം. അതിനകത്ത് മുകളിലായിട്ട് സ്പെക്ക് കാര്യങ്ങളുണ്ട്. അതിൻ്റെ RPM, ഹാർഡ് ഡിസ്ക് ബാക്ക് സൈഡിൽ സെറ്റാണ്. ഒന്ന് പവറാണ്, 2 പോർട്ടാണുള്ളത്. പിന്നെ അതിൻ്റെ ലോക്കാണ്. നമ്മൾ സെർവറിനകത്തെയും ഹോട്ട് സ്വാപ്പബിളാണ് ഹാർഡ് ഡിസ്ക്. നമുക്കതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് ചെയ്യാനായിട്ട്, അതായത് ഇടാനായിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത്. അതായത് ആ ബോക്സാണ്. ഓരോ ബോക്സിൻ്റെയും ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓർഡർ തന്നെ വേണം നമുക്ക് ഹാർഡ് ഡിസ്ക് പ്ലേസ് ചെയ്യാനായിട്ട്. അത് നമുക്കൊരു 4 ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഫസ്റ്റ് ബോക്സിലിടണം, 8 ആണെങ്കിൽ സെക്കൻഡ് ബോക്സിലിടണം, 12 ആണെങ്കിൽ അടുത്ത ബോക്സിൽ. അങ്ങനെ ടോട്ടൽ 12 ബോക്സ്, ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3 കൊണ്ട് 3 ബോക്സ് ആയിട്ടാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ഇത് വരുന്നത്. അതിൽ ഫസ്റ്റ് ബോക്സിനകത്ത് നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3 കൊണ്ട് ഫില്ല് ചെയ്ത് ഹാർഡ് ഡിസ്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അത് ആ ഓർഡർ തന്നെ പ്ലേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തേക്കണത്. ഹാർഡ് ഡിസ്ക് എങ്ങനെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. പവർ സ്വിച്ചാണിത്. അതിനകത്ത് 2 ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് പവറിൻ്റെയും ഒന്ന് നെറ്റ്വർക്കിൻ്റെയും. ഇപ്പോൾ ഏതെങ്കിലും പവർ ഡിസ്കണക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്കിൻ്റെ പോർട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഓറഞ്ച് ലൈറ്റിലുള്ള ഇൻഡിക്കേഷൻ വരും. നമുക്കത് നോക്കിയിട്ട് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഹാർഡ് ഡിസ്ക് എങ്ങനെ ഇടുക എന്നുള്ളത് നോക്കാം. ഇത് ചുമ്മാ ഡമ്മി പീസാണത്. അത് നമുക്ക് 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പ്രസ് ചെയ്ത് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡമ്മി നമുക്ക് പുറത്തെടുത്തിട്ട് നമുക്ക് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. ഹാർഡ് ഡിസ്കിൻ്റെ കണക്ട് ചെയ്യേണ്ട രീതി, അതിനകത്ത് ലോക്ക് ഉണ്ട്. അത് ആദ്യം തുറന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ തുറന്നോളും. എന്നിട്ട് അകത്തോട്ട് പുഷ് ചെയ്യാം. പ്രസ് ചെയ്ത് കയറ്റി കഴിയുമ്പോൾ ഫുൾ ടൈറ്റ് ആയി കഴിയുമ്പോൾ പ്രസ് ചെയ്ത് കയറ്റുക. എന്നിട്ട് ലോക്ക് ചെയ്യാം. നമ്മൾ 4 ഹാർഡ് ഡിസ്ക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ബോക്സിലാണ് നമ്മൾ ആ 4 ഹാർഡ് ഡിസ്ക് ഇടുന്നത്. അടുത്തത് നമുക്ക് ഇതേപോലെ സെയിം പോലെ ലോഡ് ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്യാം. കാരണം ഉള്ളിൽ ബാക്കിൽ നമ്മുടെ സാറ്റയുടെ ഡാറ്റ കണക്ടറും പവർ കണക്ടറും രണ്ടും ഉള്ളിലോട്ട് ടൈറ്റായി കയറിയിരിക്കണം. അതുകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിനകത്ത് കണക്റ്റ് ആയിരിക്കുള്ളൂ. നമുക്ക് ഓണാക്കാം. പവർ ബട്ടൺ പ്രസ് ചെയ്യാം. ഗ്രീൻ വരും. നമ്മൾ നേരിട്ട് ഡിസ്പ്ലേയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് VGA കേബിൾ വഴി. HPE StoreEasy. ഫസ്റ്റ് നമുക്കിതിനകത്ത് ഈ സെർവറിനകത്ത് വരുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. സ്റ്റാർട്ടപ്പ് ചെക്കിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടപ്പിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ടപ്പിൽ എററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ ILO പോർട്ടാണ് താഴെ കാണിച്ചത്. നമ്മളിപ്പോൾ ILO ഒന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് IP ഒന്നും കാണിക്കാത്തത്. ടോട്ടൽ 16 GB നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഒരു പ്രോസസ്സറാണുള്ളത്, 6 ഒരു പ്രോസസ്സറാണുള്ളത്. Xeon Bronze 3104 ആണ് ഇതിനകത്തുള്ള പ്രോസസ്സർ വരുന്നത്. 1.70 GHz. അതുപോലെ സിസ്റ്റം യൂട്ടിലിറ്റിക്ക് F9 ഇൻറ്റീരിയർ പ്രോസസ്സിംഗ് അതുവഴിയാണ് നമ്മൾ റൈഡ് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഡയറക്റ്റ് നമുക്ക് ബൂട്ട് മെനുവിന് വേണ്ടിയിട്ടാണ് F11, അത് നെറ്റ്വർക്ക് ബൂട്ട് F12. പിന്നെ റൈറ്റ് സൈഡായിട്ട് വരുന്നത്
അതിന് ഏതൊക്കെ ഫീച്ചേഴ്സ് എനേബിൾ ആയി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്വിക്ക് സ്റ്റാർട്ട്, സ്മാർട്ട് സ്റ്റോറേജ്, എനർജി ബാക്ക്, സ്മാർട്ട് അറേ, അങ്ങനെയുള്ള ഏതൊക്കെ ഫീച്ചേഴ്സ് എനേബിൾ ആണെന്നുള്ളത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ടിക്ക് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരു പവറെ കണക്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അതിനകത്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. നമ്മളത് F1 കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. നമ്മൾ HP യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇൻറ്റീരിയർ പ്രൊവിഷനിങ് എന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ അതുവഴിയാണ് റെയ്ഡ് കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യുന്നതൊക്കെ. ഈ കോൺഫിഗറേഷൻ കാര്യങ്ങളും ഇൻറ്റീരിയർ പ്രൊവിഷനിങ് വഴിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം സെറ്റപ്പാണ് വന്നേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മുടെ ടൈമും ബാക്കി ബയോസിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈം സെറ്റപ്പ് വിസാറ്റ് ക്ലിക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ടൈം സെറ്റപ്പിനകത്ത് വരുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളതും നമ്മുടെ ടൈം സോൺ സെലക്ട് ചെയ്യാനുള്ളതൊക്കെയാണ് വരുന്നത്. അത് പിന്നെ സിസ്റ്റം ഡേറ്റ്, ടൈം, ബൂട്ട് ബയോസ് മോഡ്, പിന്നെ ഇത് ലൈസൻസ് കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം നെക്സ്റ്റ് കൊടുത്തിട്ട് പിന്നെ ILO കോൺഫിഗറേഷൻ്റെ ഉണ്ടെങ്കിൽ അത്, നെറ്റ്വർക്ക് സെറ്റിങ്സ് ആണെങ്കിൽ അത്. നമ്മളിപ്പോൾ ILO കോൺഫിഗറേഷൻ DHCP കൊടുത്തേക്കുന്നത്, അതുപോലെ നെറ്റ്വർക്ക് സെറ്റിങ്സും DHCP കൊടുത്തേക്കുന്നത്. നമുക്കത് നമ്മുടെ ബയോസിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. NIC നമ്മൾ കേബിളൊന്നും നെറ്റ്വർക്ക് കേബിളൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അത് വന്നേക്കുന്നത്. ഓക്കെ, എല്ലാം കോൺഫിഗറേഷൻ കഴിഞ്ഞ് വീണ്ടും ഡാറ്റയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് സെറ്റപ്പ് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അത് കഴിയുമ്പോൾ നമുക്ക് OS ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടുള്ളതും റെഡി ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽഡ് OS സ്റ്റോറേജ് സെർവർ OS വരുന്നുണ്ട് 2016. സോ നമുക്കതുകൊണ്ട് OS ചെയ്യേണ്ട, നമുക്ക് റീബൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് HPE StoreEasy 1660യുടെ ഹാർഡ് ഡിസ്ക് കിട്ടുന്നതും അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നൊക്കെ ഉള്ളത്. ഇതിനകത്ത് ഓൾറെഡി OS വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ OS ചെയ്യുന്നതും അതിൻ്റെ റെയ്ഡ് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.